ആരാണിത് ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. കാര്യം ഇത് ലക്ഷ്യം വെച്ചെന്ന് വെച്ചാൽ കൊലപാതകം തന്നെയാണ്. നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തും, കുഴപ്പമില്ലല്ലോ. ഇവിടെ കുഞ്ഞ് വന്ന് രാവിലെ വന്ന് 6:30 മണിക്ക് വാതിൽ തുറക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആദ്യം കൈക്ക് എന്തോ വിറയൽ പോലെ തോന്നി. പിന്നെ നോക്കി ശരീരം മൊത്തം ഷോക്കേറ്റ്. പിന്നെ മൊത്തത്തിൽ അലറി വിളിച്ചു കുട്ടി അലറി വിളിച്ചും കൊണ്ട് പുറത്തോട്ട് പോയിട്ട് തിരിച്ച് ബാക്ക് വശത്തും കൂടെ ഇങ്ങനെ കറങ്ങി വരുമ്പോഴാണ് ഇവിടുന്ന് നേരെ കണക്റ്റഡ് ആയിട്ട് വാതിലിൻ്റെ അതായത് ലോക്കി കൊണ്ടുവന്നത് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഇലക്ട്രിഫിക്കേഷൻ അറിയാവുന്നുള്ള ഒരാൾ മാത്രമേ ഇത് ചെയ്യാൻ സാധ്യതയുള്ളൂ. ഈ ഡോറിലാണ് വന്ന് പിടിക്കുന്നത് അല്ലേ? രാവിലെ എഴുന്നേറ്റ് പോകാൻ വേണ്ടി റെഡിയായി വന്നപ്പോഴാ. അപ്പൊ എന്താ സംഭവിച്ചേ? ആ ഡോറിന്റെ അപ്പുറത്തുനിന്ന് പിടിക്കുമ്പോ ശരിക്കും ഷോക്ക് അടിച്ച് മലന്ന് വീണോ? വീഴുന്നില്ല, കയ്യിൽ കുക്കറെല്ലാം വീഴുന്ന ദേവെല്ലാം മരവിച്ച്. ഞാൻ കീറി വിളിച്ച്, ഞാൻ അമ്മയൊക്കെ വിളിച്ച് വന്ന്. പിന്നെ അമ്മ അങ്കിളിനെയൊക്കെ വിളിച്ച്. പിന്നെ ഞാൻ ഇവിടെ പുറയിലത്തെ ഡോർ വഴി ഇറങ്ങി വന്ന് ചെരുപ്പെടുക്കാൻ നേരത്താണ് കണ്ടത് ഡോറിലാരോ വയർ കണക്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ ഞാൻ അമ്മേടെ അടുത്ത് പറഞ്ഞ്, അമ്മ അങ്കിളിൻ്റെ അവിടെ പറഞ്ഞ്. ഇവിടെ അടുത്തൂടെ അങ്ങനെ ആരുമായിട്ട് ഒരു ശത്രുത അങ്ങനെയൊന്നുമില്ല. അടുത്തില്ലെങ്കിലും അകലെ ആരെങ്കിലും? ഇല്ല, നമ്മുടെ അറിവിൽ അങ്ങനെ ആരുമില്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുകയല്ലേ? 8 വർഷമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇവിടെ ഈ വീട് വെച്ച് കഴിഞ്ഞിട്ട് 1 വർഷത്തിനകത്താവണതേ ഉള്ളൂ. പേടിയുണ്ടോന്ന് ചോദിച്ചാൽ നല്ല പേടിയുണ്ട്. കാരണം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ കണക്കിനാണ് ഇങ്ങനെ ചെയ്തു വെച്ചിരുന്നത്. അപ്പൊ പിന്നെ നല്ല പേടിയുണ്ട്. ഈ പൊതുവിൽ ഇങ്ങനെ ആൾക്കാരുടെ വാർത്തകളിലൊക്കെ വരുന്ന ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്ന ആളിനെ ചോദ്യം ചെയ്യണം, അയാൾ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ആരെങ്കിലും? പോലീസ് കേസ് അന്വേഷിക്കണോണ്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെന്നാണ്. കാരണം നമുക്ക് അങ്ങനെ ഒരാളെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരാളില്ല. ഇല്ല. ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഹോസ്പിറ്റലിൽ പോയി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് ECG ഒക്കെ എടുത്തായിരുന്നു. ഗുളികയൊക്കെ കഴിച്ചു. ശരിക്കും പേടിച്ചു അല്ലേ? ഇതുവഴിയാണോ ഇറങ്ങി ഓടി വന്ന് നോക്കിയത് മോൻ? ഇവിടെയാണോ വേറൊരു വഴിയുള്ള? അവിടെയാണ്. അപ്പൊ ഈ ഡോർ ഇതുവഴിയാണ് ഇങ്ങോട്ട് വന്നത്. ശരിക്കും ഇവൻ ഇവിടെയാണെങ്കിൽ കൂടി മറ്റേത് ആ ഹാൻഡില് അതേ സമയം അകത്തൊന്ന് പിടിക്കുമെന്ന് ഉറപ്പാണ്. ഇത് നശിപ്പിക്കുക അല്ലെങ്കിൽ കൊലപാതകം തന്നെയാണ്. മരിക്കണം എന്ന് കരുതിയാണ് ചെയ്തത്. അല്ലാതെ വെറുതെ ഒരു വയർ പിടിച്ചുകൊണ്ട് കണക്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തിലെ നാഥ മരിക്കണം എന്ന് പറഞ്ഞ ആരായാലും ചെയ്തതാണ്. കാര്യം ഇത്രയും കണക്റ്റഡ് ആയിട്ട് കൊണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് നായ്ക്കളുടെ ശല്യമുണ്ട് പരിസരത്ത്. പിന്നെ ആരുമില്ല, ഈ പരിസരത്തൊന്നും ഉണ്ട് ആരുമില്ല. ഇവിടെ ഈ വീട്ടിൽ ആളുണ്ടായിരുന്നു. കുടുംബം അവർ പുതിയ വീട് കിട്ടി, പഞ്ചായത്തിൻ്റെ വീട് കിട്ടിയപ്പോൾ അവർ പുറത്തോട്ട് താമസം മാറിപ്പോയി. അപ്പോൾ അങ്ങനെ ഇവിടെ പരിസരത്ത് ആളില്ലാത്ത നേരത്താണിത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ബോധ്യമാണ്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു. CA വന്നു, പിന്നെ ടീം വന്നു, KSIP-ക്കാർ വന്നു, ബാക്കിയുള്ള മീഡിയക്കാർ ഏഷ്യനെറ്റുകാരും കണ്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരുന്നതിന് മുന്നേ അവർ വന്നു. പിന്നെ അവരെ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ CAയുടെ അടുത്ത് പറയേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാഗത്തു നിന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അന്വേഷിച്ചത് ആരെന്നാണുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ പ്രധാനമായി നമുക്ക് അറിയേണ്ടത്. വാർഡ് മെമ്പറല്ലേ? ഈ വാർഡിലെ മെമ്പറുമാണ്, പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാണ്. പേര് K. അംബിക. അതെ, രഘുനാഥനില്ല, 8 കൊല്ലം കൊണ്ട് ഇല്ലല്ലോ. ഇല്ല, ഇവിടെ ഇല്ല. അപ്പോ അദ്ദേഹം ഇപ്പൊ എവിടെയാ ഉള്ളത് അറിയോ? അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് നാറാണി കേന്ദ്രീകരിച്ചാണെന്നാണ് അറിവ്. അയാളുമായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ബന്ധമില്ല, നമുക്ക് അറിയില്ല. മാറി നിൽക്കാനും കാരണം അതുകൊണ്ടാണ്. അവന് കാരണമല്ലേ എന്താണ് ഇങ്ങനെ വൈബ്രേഷൻ ഉണ്ടായി, ശരീരം മൊത്തം ഇങ്ങനെ വിറയൽ പോലെ തോന്നി, അലറി വിളിച്ചിട്ടാണ് ഇറങ്ങി ഓടിയത്. അപ്പൊ അമ്മയും കുഞ്ഞും കൂടെ നേരെ ഇപ്പുറം കൂടെ വന്ന് ചെരുപ്പെടുക്കാൻ വേണ്ടി വന്നതാണ്. ചെരുപ്പെടുക്കാൻ വേണ്ടി വന്നപ്പോഴേ ഇങ്ങനെ വയർ കണക്റ്റഡ് ആയിട്ട് കൊടുത്തേക്കണ കണ്ടിട്ടുള്ളത്. ഇങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അമ്മയും 2 മക്കളും മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. രാത്രിയോടെയാണ് ഇവിടെ എത്തിയ ഒരു കുറ്റവാളി ഈ മീറ്റർ തുറന്ന് മെയിൻ കണക്ഷൻ തന്നെ കറണ്ട് ഫേസിൽ നിന്നെടുത്ത് മുൻവശത്തെ ഡോറ് നമ്മൾ കണ്ടതുപോലെ അകത്തുനിന്നും പുറത്തുനിന്നും തുറക്കാൻ പറ്റുന്ന ആ പിടിയിലേക്കാണ് കണക്ഷൻ കൊടുത്തിരുന്നത്. തീർച്ചയായും അത് വന്ന് തുറക്കുമ്പോൾ കറണ്ട് അടിക്കണം, ആ രീതിയിൽ അപായപ്പെടുത്തണം എന്നുള്ള ശരിക്കും ഒരു ഡബിൾ മൈൻഡിന്റെ ചിന്തയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആരാണ് ആ പ്രതി എന്നതിലേക്ക് ഇനിയും വ്യക്തമായ സൂചനകൾ കിട്ടിയിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഇന്നയാളാവും, ഇന്നയാളിനെ ചോദ്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ധാരാളം കമന്റ്സ് എല്ലാ വീഡിയോയ്ക്കും വരുന്നത് പോലെ വരുന്നുണ്ട്. ഇവിടെ എന്തായാലും രമ്യ എന്ന് പറയുന്ന യുവതി കഴിഞ്ഞ 8 വർഷമായി ഭർത്താവിൽ നിന്ന് അകന്ന് താമസിക്കുകയാണ്.
അദ്ദേഹത്തിന്റെ വീട് അടുത്തെവിടെയോ ആണെന്ന് അറിയുന്നു. നമ്മൾ ആ വീട്ടിലേക്ക് പോകും. അദ്ദേഹം ഈ വിവരം അറിഞ്ഞു, അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ അപായപ്പെടുത്താൻ ശ്രമിച്ച വിവരം അറിഞ്ഞിരുന്നോ എന്ന് നമുക്കൊന്ന് പോയി തിരക്കണം. ആ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. നാറാണി എന്ന സ്ഥലത്തേക്ക് പോകും വഴിയാണെന്നറിഞ്ഞു. ഇവിടെ നിന്നാണ് ഈ കണക്ഷൻ എടുത്ത് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഒറ്റപ്പെട്ട വീടൊന്നുമല്ല, അതിന്റെ മുന്നിലും വീടുകളുണ്ട്, സമീപത്തൊക്കെ വീടുണ്ട്. അതുപോലെ അഗ്രസീവായ നായകളുള്ള ഒരു വീടുണ്ട്. പുറത്തുനിന്ന് ആരെങ്കിലും വന്നുവെങ്കിൽ തീർച്ചയായും പട്ടി കുറച്ച് ബഹളം വയ്ക്കും. പക്ഷെ ആരും അറിയാതെ ഇതെങ്ങനെ ചെയ്തിട്ട് പോയി എന്നുള്ളത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. നമ്മൾ ആ സ്ത്രീയുടെ ഭർത്താവ് താമസിക്കുന്ന സ്ഥലത്തെത്തി. അവിടെ വന്ന് മുട്ടി വിളിക്കുമ്പോൾ അവിടെ ഒരു വൃദ്ധമാതാവ് മാത്രമാണ് പുറത്തേക്ക് വന്നത്. ആ അമ്മ ദേഷ്യത്തിലായിരുന്നു. കാരണം രാവിലെയൊക്കെ പോലീസ് ഇവിടെ വന്നിരുന്നു. ഇവരുടെ മരുമകൾ ഇവിടെ ഒന്ന് പോയിട്ട് കാലം കുറയായി എന്ന് പറയുന്നു. നമുക്ക് ചോദിക്കാം ആ അമ്മയ്ക്ക് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാം. അമ്മ, ഇങ്ങനൊരു സംഭവം നടന്നു. അമ്മയുടെ മോൻ്റെ മോൻ തന്നെയാണ് ആ കുട്ടികൾ, അവിടെ താമസിക്കുന്ന കുട്ടികൾ. ആ കുട്ടികളിൽ ഒരാൾ ഇന്ന് രാവിലെ വന്ന് ഡോറ് തുറക്കുമ്പോൾ കുഞ്ഞിനെ കറണ്ട് അടിച്ചു. പുറത്തൂടെ വന്ന് നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്ററിൽ നിന്ന് കറണ്ട് എടുത്ത് ഡയറക്റ്റായിട്ട് ഈ ഹാൻഡിൽ കൊടുത്തിരിക്കുകയാണ്. അകത്തൊന്നും പുറത്തൊന്നും തുറക്കാൻ പറ്റുന്ന ഹാൻഡിൽ ഇതാണ്. ഇതിൽ അമ്മയുടെ മോൻ ഇവിടെ ഉണ്ടായിരുന്നോ? അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അറിയാവുന്നത്? എന്റെ മോൻ ഇവിടെ ഇല്ല. എന്റെ മോൻ പോയിട്ട് 1.5 മാസം കഴിഞ്ഞ് എവിടെ പോയിരിക്കുകയാണ്? അങ്ങ് തമിഴ്നാട്ടിൽ തിരുനെൽവേലിയിലാണ് പണി. എന്ത് പണിയാണ് അമ്മ? കൂലി പണി ചെയ്ത് ജീവിക്കുന്നത്, മേസരി മരകൂട്ടത്ത്. അപ്പൊ ഇവിടെ വന്നിട്ട് തന്നെ 1.5 മാസമായെന്നാണ് അമ്മ പറയുന്നതെല്ലാം ഉള്ളത് തന്നെ അത് എല്ലാവർക്കും അറിയാം. ഇവിടെ ഈ അപ്പുറം ഇപ്പുറമുള്ള ആളുകൾ ഞാൻ ആരോട് ചോദിച്ചാലും അറിയാം ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ ഈ മരുമോൾ ഇവിടെ നിന്ന് പോയത്, ഇവിടെ അല്ലേ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്? പിന്നെ എന്താ അമ്മ ഇവിടെ നിൽക്കുക? ഞാൻ ഭയങ്കര ദ്രോഹിയായതുകൊണ്ട്, ഞാൻ അത്രയ്ക്ക് ക്രൂരത ഇവിടെ, ഞാൻ ഈ നാട്ടിൽ ജനിച്ച് വളർന്ന് ഇത്രയും പ്രായങ്ങളെത്തി നിരപരാധി, ഞാനൊരു എളിമപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു മരുമോള് കിട്ടിയത്. ഇവിടെ ഇരിക്കുന്നത് നീ മാറിയിരുന്ന് ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ നമ്മളോട് പറഞ്ഞിരുന്നു ഈ കുട്ടി ഭർത്താവിൽ നിന്ന് അകന്ന് താമസിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഭർത്താവിന്റെ മദ്യപാനശീലമാണ്. കുട്ടികളെയും ഭാര്യയെയും ഒക്കെ ഉപദ്രവിച്ചിരുന്നു. ആ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് ഇവർ അവിടെ നിന്ന് പോന്നത് എന്നാണ് ചില നാട്ടുകാർ നമ്മളോട് പറഞ്ഞത്. നമുക്ക് ഈ നാട്ടുകാരും വീട്ടുകാരും പറയുന്ന അറിവ് മാത്രമേ ഉള്ളൂ. മോനെയും പറയില്ല, മരുമക്കളെയും ഇതാ പോലെ കുഞ്ഞുമക്കളെ ആരെയും ഞാൻ ഒന്നും പറയില്ല. എനിക്കറിയാൻ ഇഷ്ടവുമല്ല. സജി എന്ന് പറഞ്ഞ പയ്യൻ ഇവിടെ ഇല്ല. മാസങ്ങളോ ഞാൻ കണ്ടിട്ട് മാസങ്ങളോളായി. ഈ വാർത്ത വരുമ്പോ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് അങ്ങനെ ഇവിടെ ഈ മോയി അവിടെ പോയി എന്തായാലും ചെയ്യാനുള്ള ഒരു ഇതില്ല. അവന് കറണ്ടിന്റെ കളക്ഷൻ കൊടുക്കാനും അറിഞ്ഞൂടാ. അത് ഒരു ബൾബ് എടുത്തിട്ട് പോലും ചെയ്യൂല. ഒരു ബൾബിന്റെ ഒരു സംഭവം ഈ കറണ്ടുമായിട്ട് യാതൊരു ടച്ചിങ്ങും അവനില്ല. അങ്ങനെയുള്ള ക്രൂരതയുള്ള പയ്യനല്ല. ഇവിടെ വന്ന് നമ്മൾ ഈ സജിയുടെ വീട്ടിൽ വരുമ്പോൾ ഈ അമ്മയ്ക്കും നാട്ടുകാർക്കും ഒക്കെ പറയാനുള്ളത് അങ്ങനെയാണ്, ഒരു നിരപരാധിയെ വെറുതെ ക്രൂശിക്കണ്ട. അതുകൊണ്ടാണ് നമ്മൾ മീഡിയ ഇവിടെ വന്നതും ഈ ഒരു വീഡിയോ എടുത്തത്. കാരണം ഒന്ന് പറഞ്ഞ രണ്ടാമത്തതിന് സോഷ്യൽ മീഡിയ വിചാരണയുണ്ട്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ ഒന്ന് കാണുമ്പോൾ കഷ്ടതയാണ്. ഈ ഒരു പാവം അമ്മ മാത്രമാണ് ഇവിടെ ഉള്ളത്. ആ മകൻ ഇവിടെ കോയമ്പത്തൂർ പണിക്ക് പോയിട്ട് വന്നിട്ടും 1.5 മാസം എന്നാണ് അവർ പറയുന്നത്. ഈ സംഭവം നടന്ന ദിവസമാണ് നമ്മളിവിടെ എത്തിയതും നമ്മൾ ഈ വാർത്ത ചിത്രീകരിക്കുന്നതും. ഇനി ഇതിൽ കൂടുതൽ വികാസങ്ങളും പരിണാമങ്ങളും ഈ വാർത്തയിൽ ഉണ്ടാവും. പ്രതിയിലേക്ക് പോലീസ് എത്തുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഒരിക്കലും ചിന്തിക്കാത്ത ആളായും മാറും നമ്മുടെ മുമ്പിലെത്തുക ആ പ്രതി സ്ഥാനത്തേക്ക്. പക്ഷെ നമുക്കൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല. ഈ സഹോദരി വളരെ വിഷമത്തിലാണ്, ഇവിടെ താമസിക്കാൻ ഭയമുണ്ട് എന്ന് അവർ പറയുന്നു. ആരായാലും ചെയ്തത് വലിയ ഒരു ചതിയാണ്. അവരെ സംബന്ധിച്ച് 2 കുട്ടികളുമായി ഒറ്റയ്ക്ക് താമസിക്കുന്ന, അറിയാലോ, ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അരക്ഷിതാവസ്ഥ തീർച്ചയായും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. നമുക്കറിയില്ല ആരാണ് തെറ്റ് ചെയ്തതെന്ന്. ഇന്നലെ പോലീസ് പരിസരവാസികളോടൊക്കെ വിശദമായി ചോദ്യം ചെയ്തു. ചിലരെയൊക്കെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതായിട്ടും നമ്മൾ അറിയുന്നു. ചിലരെ വിളിപ്പിച്ച് വൈകുന്നേരത്തോടെ വിട്ടയച്ചു. ഫോറൻസിക് സംഘം വന്ന് പരിശോധനകൾ നടത്തി ഫിംഗർ പ്രിന്റ് എടുത്ത് പോയിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് കിട്ടി എന്നാണ് വിവരം. മാത്രമല്ല തൊട്ടടുത്ത് നടക്കുന്ന പണിസ്ഥലത്ത് നിന്നാണ് അവിടെ കൊടുത്തിരുന്ന കറണ്ട് കണക്ഷന് കട്ട് ചെയ്തെടുത്ത വയറാണ് ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു ചതിക്ക് വേണ്ടി ഉപയോഗിച്ചത് എന്നും അറിയാൻ കഴിയുന്നു. സ്വാഭാവികമായിട്ടും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന സംഗതി ഇലക്ട്രിക്കൽ വർക്കൊക്കെ നന്നായി ചെയ്യാൻ അറിയാവുന്ന, കണക്ഷൻ ബ്രേക്ക് ചെയ്യാതെ തന്നെ കട്ട് ചെയ്തെടുത്ത് ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യാൻ കഴിയുന്ന ആരോ ആണ് ചെയ്തിരിക്കുന്നത്.
എന്തായാലും ഈ വിവരങ്ങൾ ബേസിക് ആയിട്ട് കിട്ടുന്ന അറിവ് മാത്രമാണ്. ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ ആ മുറയ്ക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും.